ചേട്ടാ, ഞാൻ 2 ദിവസം മുമ്പ് ഒരു പപ്പി വാങ്ങിയായിരുന്നു. അപ്പോൾ ലാബ്രഡോറോ ജർമ്മൻ ഷെപ്പേർഡോ അല്ലെങ്കിൽ റോട്ട്വൈലറൊക്കെ വാങ്ങുന്ന ആൾക്കാരാണ് കോമൺ ആയിട്ട് ഇത് ചോദിക്കുക. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് അവൈലബിൾ ആകുന്ന ബ്രീഡാണല്ലോ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. എത്ര ഫുഡ് കൊടുക്കണം, എത്ര നേരം കൊടുക്കണം. അപ്പോൾ എത്ര ഫുഡ് കൊടുക്കണം എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പം ഞാൻ കഴിക്കുന്ന അളവിലായിരിക്കില്ല മറ്റൊരാൾ കഴിക്കുന്നുണ്ടാവുക. ഇതുപോലെ തന്നെയാണ് ഡോഗ്സിൻ്റെ കാര്യത്തിൽ, പപ്പീൻ്റെ കാര്യത്തിലാണെങ്കിലും അഡൽട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഒരു പപ്പി കഴിക്കുന്ന പോലെയല്ല മറ്റേ പപ്പി കഴിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, പപ്പിയെ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ഒരു 4 ദിവസം ആവശ്യത്തിന് ഫുഡ് അവൈലബിൾ ആക്കി വെച്ച് കൊടുക്കുക. ഒരു 4 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്ര കഴിക്കുന്നുണ്ടെന്ന്. അത് 5ാമത്തെ ദിവസം കണ്ടിന്യൂ ചെയ്ത് പോകാമെന്നുള്ളതാണ്. നമ്മൾ പുതിയതായിട്ടൊരു 40 ദിവസം 45 ദിവസം ആ പ്രായമുള്ള പപ്പീനെ കൊണ്ടുവന്നാൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു 4-5 തവണ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഇത് കേൾക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ഇത് കുത്തി കയറ്റുന്നതല്ലേ, ഇത്രയൊക്കെ കൊടുക്കണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഒരു 100 ഗ്രാം ഫുഡാണ് ഒരു പപ്പി ഒരു ദിവസം കഴിക്കുന്നതെങ്കിൽ അതിനെ തന്നെയാണ് 5 നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 150 ഗ്രാം. ഓക്കെ, അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആവും, ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും. അത് പപ്പിക്ക് തന്നെയാണ് നല്ലത്. മറ്റേത് 2 നേരമായിട്ട് കൊടുക്കുന്ന സമയത്ത് കുത്തി കയറ്റുന്ന സമയത്ത് ഡൈജസ്റ്റ് ആവത്തുമില്ല, കുറേ മോഷൻ ലൂസായിട്ട് പോവുകയും ചെയ്യും. സോ ഫോളോ ചെയ്യാം.